Hi students, welcome to our next class. In this class, we can discuss about secondary distribution or apportionment, reapportionment of overhead. Secondary distribution or reapportionment of overhead. After primary distribution, all overhead expenses are apportioned to production department and service department. But the service department do not engage in production. So their costs are reapportioned to production department. The process of reapportioning the cost of service department to production department is known as secondary distribution or reapportionment of overheads. നമുക്കറിയാം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഓൾ ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ ചാർജ് ചെയ്യും. വെദർ ഇറ്റ് മേ ബി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ഓൾ ഓവർ ഹെഡ്സ് ആർ ചാർജ്ഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും നമ്മൾ ഓവർ ഹെഡുകളെ ചാർജ് ചെയ്യും. അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. പക്ഷെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ നമ്മൾ പറയുന്നത് ഇതാണ്: നമ്മളുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊഡക്ഷൻ നടത്തുന്നില്ല, അതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോസ്റ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും റീ അപ്പോർഷൻമെന്റ് ചെയ്യണേനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. ഓക്കെ, ചോദിക്കാറുണ്ട്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോബ്ലം ആണ്. പോപ്പുലർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ, ബി ആൻഡ് സി. ദെൻ അവർക്ക് 5 സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ, ബി, സി ആണ്. എ, ബി, സി ആർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് there are 5 service departments also. 5 സർവീസ് ഡിപ്പാർട്ട്മെന്റുകളും അവർക്കുണ്ട്. എ, ബി, സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 5 സർവീസ് ഡിപ്പാർട്ട്മെന്റും അവർക്കുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്യാൻറ്റീൻ, ടൈം കീപ്പിംഗ്, പവർ, ക്യാൻറ്റീൻ, ടൈം കീപ്പിംഗ്, പവർ, അക്കൗണ്ട്സ്, സ്റ്റോഴ്സ്. അക്കൗണ്ട്സ്, സ്റ്റോഴ്സ്, ഇങ്ങനെ 5 ഡിപ്പാർട്ട്മെന്റുകൾ വേറെയും ഉണ്ട് ഇവർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു പോപ്പുലർ ഇൻഡസ്ട്രീസിന് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 5 സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെയും സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഓൾറെഡി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇത് കൂടാതെ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഓൾസോ അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. മറ്റ് ഡീറ്റെയിൽസും കൂടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ബേസിസ് തന്നിട്ടുണ്ട്, HP ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് റീ അപ്പോർഷൻമെന്റ് നടത്തണം. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത് ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പവർ ആണ്. ഇതാണ് 5 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം നമ്മൾ ഐറ്റം ഓഫ് എക്സ്പെൻസിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ബേസിസിന് താഴെ നമുക്ക് തന്നിട്ടുള്ളതാണ്. സോ വി ക്യാൻ ഇൻഡിക്കേറ്റ് ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 60,000, 60,000, എയുടെ 60,000, ബിയുടെ 45,000 ആൻഡ് സിയുടെ 25,000. 60,000, 45,000 ആൻഡ് 25,000. ടോട്ടൽ കോളത്തിൽ അതിന്റെ ടോട്ടൽ കാണിക്കാം, 1,30,000. ഇതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഫസ്റ്റ് നമ്മൾ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് എഴുതുക. ദെൻ നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോസ്റ്റുകളെ ഇവർക്ക് റീഅപ്പോർഷൻമെന്റ് നടത്തണം. സോ നമുക്ക് ഇവിടെ എഴുതി വെക്കാം സർവീസ് ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻറ്റീൻ ആണ്. ക്യാൻറ്റീന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ കിടക്കുന്നത് 12,000 ആണ് നമുക്ക് റീ അപ്പോർഷൻമെന്റ് ചെയ്യേണ്ടത്. 12,000 ആണ്. ക്യാൻറ്റീൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് എംപ്ലോയി ആണ് ബേസ് ആയിട്ട് എടുക്കുക. നമ്പർ ഓഫ് എംപ്ലോയി ഇവിടെ ബേസ് വരുന്നത് 16:8:6 ആണ്. നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ
നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നമ്പർ ഓഫ് വർക്കേഴ്സ് നമുക്ക് ഈ 16:8:6 നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യുമ്പോൾ 8:4:3 8:4:3 എന്നാണ് നമുക്ക് വരിക. ദെൻ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 6,400 3,200 2,400. ദെൻ അപ്പൊ ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റുകൾ അല്ലെ, സർവീസ് ഡിപ്പാർട്ട്മെന്റ് വന്ന കോസ്റ്റ് 12,000 ആണ് ക്യാൻറ്റീന്. അത് 3 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ റീ അപ്പോർഷൻമെന്റ് നടത്തി. ദെൻ അടുത്തത് എടുത്തു നമ്മൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിക്ക് എടുക്കുന്നത് 9,000 ആണ്. അതും നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ഇതിലാണ്, കാരണം ടൈം കീപ്പിംഗ് എംപ്ലോയിയുമായി റിലേറ്റഡ് ആണ്. സോ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിലാണ്. സോ 8:4:3 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4,800 2,400 1,800. ദെൻ അടുത്തത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സും നമ്മൾ ഡിവൈഡ് ചെയ്യുക നമ്പർ ഓഫ് എംപ്ലോയിയുടെ ബേസിലാണ്. ദാറ്റ് ഈസ് 8:4:3. എമൗണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് 15,000 ആണ്. 15,000 ഡിവൈഡഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 8:4:3. 8:4:3 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000 4,000 and 3,000. 8,000 4,000 and 3,000 വന്നു. അടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത് സ്റ്റോഴ്സ് ആണ് അല്ലെ. സ്റ്റോഴ്സിന് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ ഉണ്ട് ഇവിടെ അല്ലെ. നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ എത്രയാണ് പ്രൊപ്പോർഷൻ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോഴ്സ് 250:100:50. നമുക്ക് അതിനെ ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരിക 5:2:1. പ്രൊപ്പോർഷൻ നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതാണ്. 5:2:1. ടോട്ടൽ എമൗണ്ട് ടു ബി അപ്പോർഷൻഡ്, അതായത് സ്റ്റോഴ്സിന് 4,000 ആണ് അപ്പോർഷൻമെന്റ് നടത്താനുള്ളത്. അപ്പൊ 4,000 നമ്മൾ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 2,500 1,500. Then the next one is power. പവർ നമ്മൾ HP ഓഫ് മെഷീൻ ആണ് അല്ലെ. മെഷീന്റെ പവർ ആണ്. HP ഓഫ് മെഷീൻ നോക്കിയിട്ടാണ് അതിന്റെ നമുക്ക് തന്നിരിക്കുന്നത് 60:40:25 ആണ്. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 12:8:5 ആണ്. HP ഓഫ് മെഷീന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുക. HP ഓഫ് മെഷീൻ ബേസസ് 12:8:5. നമുക്ക് 10,000 ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത്. 10,000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 4,800 3,200 2,000. ദെൻ നമ്മളെ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? റീ അപ്പോർഷൻഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വേർ ദേർ ആർ പ്രൊഡക്ഷൻ ക്യാരിഡ് ഔട്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് നമ്മൾ എല്ലാ കോസ്റ്റുകളെയും റീ അപ്പോർഷൻമെന്റ് ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ദെൻ വി ക്യാൻ ടോട്ടൽ ദം. ടോട്ടൽ 1,80,000 1,80,000 86,500 58,800 34,700. This is the secondary distribution summary.